എന്ത് ട്രീറ്റ്മെന്റ് ആണ് വന്നത് ഇവിടെ? കളറിങ്ങിനല്ലേ? കട്ടിങ്. ഇത് നേരത്തെ എന്തോ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ ഇതില്? ബ്രസീലിയൻ ബോട്ടോക്സ്. ബ്രസീലിയൻ ബോട്ടോക്സ് ആണോ അതോ ബ്രസീലിയൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടാണോ ചെയ്തത്? ബ്രസീലിയൻ ബോട്ടോക്സ്. അങ്ങനെ വന്നിട്ട് തന്നെയാണോ ചെയ്തത്? സലൂണിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരുടെ വീഡിയോസ് എല്ലാം നമ്മൾ കാണുന്ന ബ്രസീലിയൻ ട്രീറ്റ്മെന്റ് ആണ്. അവർ ബ്രസീലിയൻ ബോട്ടോക്സ് അല്ല ചെയ്യാറ്. ജസ്റ്റ് ഇപ്പൊ ഒന്ന് വീഡിയോ എടുത്ത് കണ്ടു നോക്കിയിട്ട് അവർ പറയും അവർ ചെയ്യണമെന്നും ബോട്ടോക്സ് അല്ല, ബ്രസീലിയൻ ട്രീറ്റ്മെന്റ് ആണെന്ന് പറയും. പക്ഷെ ആ ട്രീറ്റ്മെന്റ് ചെയ്തതിന്റെ ആഫ്റ്റർ റിസൾട്ട് ആണ് ഈ കാണുന്നത്. സലൂണിന്റെ പേരൊന്നും നമ്മൾ എന്തായാലും പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന സലൂൺ തന്നെയായിരിക്കും, അതുകൊണ്ട് പേര് പറയുന്നില്ല. കട്ടിങ് എത്ര വേണമെന്ന്? കട്ടിങ് എനിക്ക് ചെയ്യാൻ അറിയത്തില്ല. ലെയർ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ലെയർ ഈ ഹെയറിൽ ലെയർ എന്തായാലും പോസിബിൾ അല്ല. ഹെയർ കട്ടിൽ ഉള്ള വോളിയം കൂടെ പോകും എന്ന് വെച്ചാൽ ബാക്കിന്റെ അവസ്ഥ വളരെ മോശമാണ്. ഹെയർ ഏകദേശം കംപ്ലീറ്റും തീരുമാനമായിട്ടുണ്ട്. ഇത് എന്തായാലും മാം ഇപ്പോൾ ലാസ്റ്റ് ചെയ്തില്ല ട്രീറ്റ്മെന്റ്, അതിന്റെ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ഇവിടുത്തെ ഈ 6 മാസത്തിന് ശേഷമുള്ള ഹെയർ ആണ്. അതായത് ഈ കാണുന്ന ഹെയർ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. ശരി, അത് സ്റ്റാർട്ട് ചെയ്യാമോ? എന്ന് തോന്നുന്നു കളർ ചെയ്ത് കട്ടിങ് കഴിഞ്ഞിട്ട് മുടി വളർത്താൻ വേണ്ടിയിട്ടുള്ള ബ്രസീലിയൻ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പോകരുത്. മുടി വളരും, ഉറപ്പ്. അതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഉറപ്പ്. അനുഭവം ഉണ്ടല്ലോ എങ്ങനെയാണെന്നുള്ളത്. എന്താണ് അനുഭവം? നല്ല അനുഭവം. മുടിയെല്ലാം പോയി, എല്ലാം പോയി. നല്ല അനുഭവം വരുന്നു. മുടി വളരാൻ വേണ്ടി ബ്രസീലിയൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന അനുഭവമാണ് അല്ലേ? ഇത് കേൾക്കുന്നവർക്ക് ഏകദേശം എല്ലാവർക്കും മനസ്സിലാവും അതെവിടെയാണെന്നുള്ളത്. നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. മുതല് നമ്മുടെ ചാനലൊക്കെ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യണം.